അവളൊരു അസാമാന്യ ക്യാരക്ടർ. അവള് ജീവിതത്തിൽ ജനിച്ച് 1.5 വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. കുറച്ച് കാലം അവൾ അതിൻ്റെ സഫർ ചെയ്തതാണ്. വളരെയധികം വേദന സഫർ ചെയ്തതാണ്. ധാരാളം മെഡിസിൻസ് ബോഡി കയറിയതാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഹൻസിക ചേച്ചിയുടെ അച്ഛനല്ലേ എന്ന് ഒരു കൊച്ചുകുട്ടികളെന്ന് ചോദിക്കും. അങ്കിളല്ലേ ഹൻസിക ചേച്ചിയുടെ അച്ഛൻ. അവൻ്റെ വരവൊരു വളരെ പോസിറ്റീവ് ഒരു വരവാണ്, അനുഗ്രഹമാണ് അവൻ. ഈ രാഷ്ട്രീയം, മതം ഇതെല്ലാം വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവേദികളിൽ ചർച്ച ചെയ്യാതിരിക്കുക. രാഷ്ട്രീയപരമായ പ്രസ്താവനകൾ, ഞാനൊരു സ്ഥാനാർത്ഥിയാവുമ്പോൾ എനിക്ക് രാഷ്ട്രീയം പറഞ്ഞേ പറ്റും, അല്ലാതെ വ്യക്തിപരമായി ഒരിക്കലും ഒരാളെ നമ്മൾ ടാർഗറ്റ് ചെയ്യരുത്. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി BJP ആയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അതിനോട് തന്നെ ഇഷ്ടം വരണമെന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടില്ല, അവരാരും പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പാർട്ടി എടുത്ത് പറയാം, പാർട്ടി പറഞ്ഞ 2 സ്ഥലത്ത് ഞാൻ മത്സരിക്കും. ഇനി എൻ്റെ ഒരു ആഗ്രഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണ്. തന്നാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സിന്ധുവാണ്. ഞങ്ങൾ 6 പേരുടെയും കാര്യങ്ങൾ. അതിൽ ചെറിയ തകരാറ് വന്നതാണ് മകൾ ദിയയുടെ സ്ഥാപനത്തിലുണ്ടായ പ്രശ്നത്തിൻ്റെ ഒരു കാരണം. എന്ന് വെച്ച് അവിടെ നിന്ന് പണം മോട്ടിച്ചവരെ നല്ലതെന്ന് പറയില്ല, അവിടെ ചെറിയ ഡിസിപ്ലിൻ ഇഷ്യൂ ഉണ്ടായി. അതെ, സ്നേഹിച്ച് കൊണ്ടു നടന്ന 3 പെൺകുട്ടികളാണ് ഇത് ചെയ്തത്. കുറ്റം അവർ ചെയ്തിട്ട് നമുക്കെതിരെ കേസ് വരുന്നു. മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും നമ്മൾ സൊല്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കാൻ നോക്കണം. നമുക്ക് ശരിയെന്ന് തോന്നുന്നതും മറ്റൊരാൾക്ക് ഉപദ്രവമാവാത്തതുമായ രീതിയിൽ പരമാവധി ജീവിച്ചു ശ്രമിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളോട് ചോദിക്കുന്നതാണ് നല്ലത്. കാരണം എന്തറിയോ, എൻ്റെ വീട്ടിലെ പല കാര്യവും ഞാൻ അറിയുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചാൽ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, എക്സ്ചേഞ്ചസ് ആൻഡ് മോർ ഓൺലി അറ്റ് ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. ഹായ്, ഹലോ, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി. ഇന്ന് എൻ്റെ കൂടെ വളരെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം, കൃഷ്ണകുമാർ ചേട്ടാ. വെൽക്കം ടു ദി ഷോ. നമസ്തേ. നമസ്തേ. ഓക്കെ, എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? എല്ലാം വളരെ സന്തോഷം, സുഖം, എല്ലാവരും ആരോഗ്യത്തോടെ പോകുന്നു, അതൊക്കെയാണ് വിശേഷം. ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയും എപ്പോഴും ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണല്ലോ. എല്ലാവരും ലൈവ് ലൈറ്റിൽ എപ്പോഴും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ ചേട്ടനിടയ്ക്ക് വിശേഷം എന്താ എന്ന് ചോദിക്കേണ്ടയില്ല. ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ പല ആംഗിളിൽ വെച്ചിട്ട് വീട്ടിലെ വിശേഷങ്ങൾ പലരുടെയും നമ്മൾ കാണാറുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ് നല്ലത്. കാരണം എന്തറിയോ, എൻ്റെ വീട്ടിലെ പല കാര്യവും ഞാൻ അറിയുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചാൽ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. ഓക്കെ ചേട്ടനെ കുറിച്ച് പൊതുവെ നമ്മളിങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ പൊതുവെ കേൾക്കുന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായി നിങ്ങളുമായിട്ട് എതിർപ്പുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വളരെ ഇൻസ്പയറിംഗ് ആണ്, നിങ്ങളൊരു നല്ല അച്ഛനാണ് തുടങ്ങിയ കമന്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്. സോ ആസ് എ ജനറൽ ഹ്യൂമൻ ബീങ് ചേട്ടനത് കേൾക്കുമ്പോൾ എന്താ തോന്നുക? അല്ല, എല്ലാ മനുഷ്യർക്കും നമ്മളെക്കുറിച്ച് നന്മ കേൾക്കാൻ തന്നെയാണ് ആഗ്രഹം. ചിലർ പറയും എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നെപ്പറ്റി നല്ലത് പറഞ്ഞ് കേൾക്കുക, എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്നവരെ പറ്റി നല്ലത് പറഞ്ഞ് കേൾക്കുക. അതിപ്പോൾ എൻ്റെ മക്കളും ഭാര്യ എന്നല്ല, സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും നന്മ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ 57 വർഷം ഭൂമിയിൽ ജീവിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത രാഷ്ട്രീയ അല്ലെങ്കിൽ മത ചിന്ത ഉള്ളവർക്ക് പോലും നമ്മളോട് ചില കാര്യങ്ങളിൽ യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഞാൻ എപ്പോഴും കൊണ്ട് എല്ലായിടത്തും പറയും, ഈ രാഷ്ട്രീയം, മതം ഇതെല്ലാം വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവേദികളിൽ ചർച്ച ചെയ്യാതിരിക്കുക. പിന്നെ രാഷ്ട്രീയപരമായ പ്രസ്താവനകൾ, ഞാനൊരു സ്ഥാനാർത്ഥിയാവുമ്പോൾ എനിക്ക് രാഷ്ട്രീയം പറഞ്ഞേ പറ്റും, അല്ലാതെ വ്യക്തിപരമായി ഒരിക്കലും ഒരാളെ നമ്മൾ ടാർഗറ്റ് ചെയ്യരുത്. അത് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും, പ്രത്യേകിച്ച് മതം എന്ന് പറഞ്ഞൊരു വിഷയം നമ്മൾ പരമാവധി പൊതു സ്ഥലങ്ങളിൽ സംസാരിക്കാതിരിക്കുക. പ്രശ്നം അവസാനിക്കും. ഇതുവരെ അങ്ങനെ ശീലിച്ചു വന്നു. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാർക്ക് തോന്നാറുണ്ട് നമ്മളൊരു ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും ഭാഗത്ത് ഒരു ശരിയുണ്ടാവും. മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴും നമ്മൾ സൊല്യൂഷൻ്റെ ഭാഗത്ത് നിൽക്കാൻ നോക്കണം. അതായത് എപ്പോഴും പരിഹാരത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പിടികിട്ടും. അതായത് നമ്മൾ ചുമ്മാ പറയുന്ന അവർ ശരിയല്ല, ഇവർ ശരിയല്ല, അത് പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ പറയുന്നത് ശരിയാണോ? നമുക്ക് തോന്നും നമ്മൾ പറയുന്നത് ശരിയാണ്, പക്ഷെ മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ജനറൽ ചിന്തകൾ എപ്പോഴും പറഞ്ഞു കൊടുക്കും മക്കൾക്ക്. പറഞ്ഞു കൊടുക്കുന്നതോറും നമ്മുടെ ദേഹത്തും കയറും. കുറേ കാലം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കും നമ്മൾ നല്ലതോ ചീത്തയോ. എങ്കിലും വലിയ മോശം അഭിപ്രായങ്ങളൊന്നും അധിക കാലത്ത് കേൾക്കാറില്ല. അല്ല, ഈ അടുത്തിടെയായി അതായത് അന്ന് ദിയയുടെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അഹാന ബർത്ത്ഡേക്ക് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അച്ഛൻ്റെ ഉള്ളിൽ ഒരു ഗുഡ് സോൾ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയതിൽ സന്തോഷം. ഈ ഒരു ഇഷ്യൂ വന്നതോടുകൂടിയാണ് അത് മാറിയതെന്ന്. ബിക്കോസ് അതിന് മുമ്പും ഫാമിലി ആണെങ്കിൽ എല്ലാവരും കറക്റ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം കാണിക്കുന്നത് കാരണം, ചേട്ടൻ്റെ ഒരു അനുഭാവം കാണിക്കുന്നത് കാരണം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നത് കാരണം അവരും കൂടെ അതിൻ്റെ ബുള്ളിയിങ് കേൾക്കുന്ന ആൾക്കാരായിരുന്നു. സോ കമ്മിങ് ടു ദ അതർ ക്വസ്റ്റ്യൻ,
അഹാന BMW എടുത്ത സമയത്ത് നമുക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സെൻറ്റൻസ് അഹാന ഇൻസ്റ്റഗ്രാമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് താങ്ക് യു അച്ഛ ആൻഡ് അമ്മ ഫോർ നോട്ട് ടെല്ലിങ് മീ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്നൊരു സെൻറ്റൻസ് അഹാന ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഐഡിയൽ പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു ഗുഡ് പാരൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, നോട്ട് ടെല്ലിങ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അത് നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെക്കാൾ മികച്ച രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുടുംബം നയിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പലരുമായിട്ട് ഇടപഴകാൻ ജീവിതത്തിൽ നമുക്കൊരു ഭാഗ്യം കിട്ടും. അപ്പോൾ നമ്മൾ നോക്കും അവരെങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുപോകുന്നത്, അവരിൽ നിന്ന് നല്ല എന്തൊക്കെ എടുത്ത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രയോഗിച്ച് നോക്കാം. എല്ലാം പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരീരം കൊണ്ട് ഇപ്പോൾ എൻ്റെ മക്കൾ എന്നെക്കാൾ പ്രായം കൊണ്ട് ശരീരം കൊണ്ട് ചെറുതായിരിക്കും, പക്ഷെ അവരുടെ അകത്തിരിക്കുന്ന സോളിന് എന്നേക്കാൾ ദൂരം യാത്ര ചെയ്തവരായിരിക്കാം. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. എന്നാൽ പലപ്പോഴും ഞാൻ അവരടുത്ത് സംസാരിക്കുമ്പോൾ തോന്നുന്നത് എന്നേക്കാൾ പക്വതയും എന്നേക്കാൾ അറിവും പല മേഖലകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാനാണ് വലുതല്ല, ഞാൻ ചിന്തിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അതിൻ്റെ കൂടെ പരമാവധി പോകുമ്പോൾ അവർക്കും സമാധാനമുണ്ട്, എനിക്കും സമാധാനമുണ്ട്. ഇന്ന് വരെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്നൊരു കാര്യം വാങ്ങിച്ചാൽ കൊള്ളാം, എനിക്ക് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാം, ഞാൻ ഓക്കെ. കാരണം ഞാൻ ഏകദേശം ഒരു നല്ലൊരു ശതമാനം എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ച ഒരാളാണ്. ഈ എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അതിനൊരു നെഗറ്റീവ് തോട്ടം വരും. അങ്ങനെയല്ല, നമുക്ക് ശരിയെന്ന് തോന്നുന്നതും മറ്റൊരാൾക്ക് ഉപദ്രവമാവാത്തതുമായ രീതിയിൽ പരമാവധി ജീവിച്ചു ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ മക്കളും അതുപോലെ ജീവിക്കണം. കാരണം ഹാപ്പിനെസ് എന്നൊരു സാധനമുണ്ട്, ഹാപ്പിനെസ് ബ്രിങ്സ് സക്സസ് എന്ന് പറയും. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. അത് എൻ്റെ മാത്രം ഹാപ്പിനെസ് പോരാ, എൻ്റെ ചുറ്റുവട്ടം നിൽക്കുന്നവരുടെ സന്തോഷം കൂടി എൻ്റെ വിജയത്തിന് ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് അവരുടെ ഒരു കാര്യത്തിലും എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കും. ഓക്കെ. അപ്പം പാരൻസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാവും എന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയുക, നമുക്ക് തോന്നുന്നത് മറ്റ് പേരൻസിന് തോന്നണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് എനിക്ക് 4 പെൺമക്കളായിരുന്നുകൊണ്ട് പല സ്ഥലത്ത് പോകുമ്പോഴും പല യാത്രകളിലും കൂടെ പോകുമ്പോൾ പെൺമക്കളുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ടെൻഷനുകളെ പറ്റി പറയാറുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട്, മക്കൾക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ലേ എന്നൊക്കെ. അത് അവരുടെ ഒരു മനസ്സിലെ കൺസേൺ ആണ് പറയുന്നത്. ശരിയുമാണ്. കാരണം പത്രവാർത്തകളും മറ്റൊക്കെ വായിക്കുമ്പോഴത്തേക്ക് പലരിലും പേടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയും, ഒരു കാര്യവും ലോകത്ത് നമ്മുടെ നിയന്ത്രണത്തിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നത് എൻ്റെ കൂടെ പോകുന്നു. മക്കൾ പോലും ആ ജന്മങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നാൽ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് തോന്നിയുകൊണ്ടായിരിക്കാം അവർ നമ്മളോടൊപ്പം വന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ അവർക്ക് പരമാവധി സന്തോഷം കൊടുത്താൽ അവർ നമ്മുടെ കൂടെ യാത്ര ചെയ്യും, ഇല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകാം. അപ്പോൾ ഒരു സുന്ദര ഒരു യാത്രയല്ലേ ഈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി മറ്റുള്ളവരെയും കൂടി സന്തോഷിപ്പിച്ച് പോയാൽ നല്ലതാണെന്ന് തോന്നുന്നു. ഒരു നല്ല പേരൻ്റ് എന്നൊന്നും എനിക്ക് തോന്നാറില്ല. എനിക്ക് അവർ പലപ്പോഴും എൻ്റെ മക്കളായിട്ട് വല്ലതും തോന്നുന്നില്ല, നല്ല കൂട്ടുകാർ. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും അവർ കൂടെ നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കാണിച്ച വീഡിയോയിൽ ഹൻസിക ചേട്ടനെ മുത്തേ എന്ന് വിളിക്കുന്ന കാണാറുണ്ട് നമ്മൾ. അവളൊരു അസാമാന്യ ക്യാരക്ടർ. അവൾ ജീവിതത്തിൽ ജനിച്ച് 1.5 വയസ്സായപ്പോഴത്തേക്ക് അവൾക്ക് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. കുറച്ച് കാലം അവൾ അതിൻ്റെ സഫർ ചെയ്തതാണ്. വളരെയധികം വേദന സഫർ ചെയ്തതാണ്. ധാരാളം മെഡിസിൻസ് ബോഡി കയറിയതാണ്. പക്ഷെ അവൾ അസാമാന്യമായൊരു ബാലൻസ് ചെയ്ത് ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് ഒരാളോടും വഴക്കൂടുന്ന കണ്ടിട്ടില്ല. ഞങ്ങൾ തന്നെ വീട്ടിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ അതിനൊരു സമാധാനം ഉണ്ടാക്കാൻ വരുന്ന ഒരാളാണ്. അവൾ ഇടപെടുമ്പോൾ എന്തോ പ്രശ്നം അവിടെ അവസാനിക്കാറുമുണ്ട്. അതെന്താണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, പ്രായം കൊണ്ട് ഞാനും അവൾ തമ്മിൽ ഏകദേശം വലിയൊരു വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ അവൾക്ക് 20 വയസ്സ്, എനിക്ക് 57, മേ ബി 37 വയസ്സ് വ്യത്യാസമുണ്ട്. പക്ഷെ എൻ്റെ വളരെ മുകളിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും സിന്ധുവിനെ സിന്ധു വിളിക്കുന്നത് ചിലർക്കത് അലോസരപ്പെടുത്തുന്ന രീതിയിലാവും. അത് ഇഷാനി അങ്ങനെയാണ്, എല്ലാരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം അവരുടെ കംഫർട്ടുമാണ്. അല്ല, നമുക്കത് കാണുമ്പോൾ ഒരു ഫ്രണ്ട്ലി പാരന്റൽ വൈബ് പാരന്റ്സ് നല്ല വഴക്കൂടും, ഞങ്ങൾ നല്ല ചീത്ത കൊടുക്കാറുണ്ട്. അതൊക്കെ വേറെ വിഷയം കേട്ടോ. പക്ഷെ ഈ അടുത്ത കാലത്തൊക്കെ അവരങ്ങ് വളരെ പക്വത വന്ന പോലെ നമുക്കൊന്നും ഒരു വഴക്ക് കൂടാനൊരു ചാൻസ് പോലും തരുന്നില്ല. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്, അല്ലെ വേറെ ഒന്നുമില്ല, ഭാഗ്യമാണ്. ഇപ്പോൾ ഹൻസികയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടി തൊട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാ?
കോളേജിൽ പോകുന്ന കുട്ടിക്ക് അടക്കം ഫിനാൻഷ്യൽ അതായത് അക്കൗണ്ടിലേക്ക് പൈസ വീഴുകയാണല്ലോ വീഡിയോസ് ഇടുന്നതനുസരിച്ച് യൂട്യൂബ് റവന്യൂ വീഴുകയാണല്ലോ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺട്രോൾ ഒക്കെ ഉണ്ടോ, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്? പാരൻസ് ഇടപെടാറുണ്ടോ? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയും. ഡിസിപ്ലിൻ ജീവിതത്തിൽ ഏത് മേഖലയിൽ നമുക്ക് ഒരു അച്ചടക്കം വേണം. അച്ചടക്കം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഭംഗിയാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മളെപ്പോഴും ഇന്ന് നമുക്ക് ഓഡിറ്റേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പോകണം. രണ്ടാമത്തെ വിഷയം, വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇതിനെ കൺട്രോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഈ മാനേജ്മെൻറ്റ് കാര്യത്തിൽ സ്ത്രീകൾക്ക് അസാമാന്യ കഴിവാണ് പുരുഷന്മാരെക്കാൾ. പുരുഷന്മാർ മോശം എന്നല്ല. അപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സിന്ധുവാണ്. ഞങ്ങൾ 6 പേരുടെയും കാര്യങ്ങൾ. പ്ലസ് വി ഹാവ് എ നൈസ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനിയുണ്ട്, ഓഡിറ്റിംഗ് കമ്പനിയുണ്ട്. അപ്പോൾ കൃത്യമായി ടാക്സ് അടച്ചു പോവുക, കൃത്യമായി എല്ലാ സംഭവവും റിട്ടേൺസ് ഫയൽ ചെയ്യുക. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, ഒരു ചിട്ടയും ശീലവും തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്നുമില്ല, ഇത്ര രൂപ വരുമാനം വരുന്നു, അതിൻ്റെ ഇത്ര രൂപ ടാക്സാണ്, അത് കൃത്യമായിട്ട് അടച്ച് എല്ലാത്തിനും റെസീറ്റ് കംപ്ലീറ്റ് നമ്മൾ ഫയൽ ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി വന്നോളും. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഇതിപ്പോൾ ആര് കേൾക്കുന്നുണ്ടെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. എല്ലാ മേഖലകളിലും ഡിസിപ്ലിൻ വേണം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ചെറിയ തകരാറ് വന്നതാണ് മകൾ ദിയയുടെ സ്ഥാപനത്തിലുണ്ടായ പ്രശ്നത്തിൻ്റെ ഒരു കാരണം. എന്ന് വെച്ച് അവിടെ നിന്ന് പണം മോട്ടിച്ചവരെ നല്ലതെന്ന് പറയുകയല്ല, അവിടെ ചെറിയ ഡിസിപ്ലിൻ ഇഷ്യൂ ഉണ്ടായി. അതെ, ഇങ്ങനെ ഒരു മാസം കൊടുക്കുവോ, ഇത്ര സ്പെൻഡ് ചെയ്താൽ മതി, ബാക്കി സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ സിന്ധു ചേച്ചി റൂൾ വെക്കുവോ? അങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവാക്കി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കിപ്പോൾ 100 രൂപ വരുമ്പോൾ ചിലപ്പോൾ 60-70 രൂപ വരെ ചില കാര്യങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നു, ഇപ്പോൾ അഹാന തന്നെ സ്വന്തമായിട്ടൊരു ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ മുടക്കി കഴിയുമ്പോൾ അതിനെ നമുക്കറിയത്തുള്ളൂ. കാരണം റിട്ടേൺസ് വരണമെങ്കിൽ ഇപ്പോൾ ഏതൊരു ബിസിനസ് പോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ മുടക്കും. ചിലത് ക്ലിക്ക് ചെയ്യും, ചിലത് ഫ്ലോപ്പ് ആവും. പക്ഷെ വീണ്ടും നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ എക്സ്പെൻസസ് എല്ലാം കൂടും. അതങ്ങനെയാണ്. ഇതൊരു ഷോ വേൾഡാണ്. അപ്പോൾ കുറേ രൂപ നമുക്ക് ഷോയ്ക്കായിട്ടും ചിലവാക്കേണ്ടി വരും. ഇതിനോടൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക്. പക്ഷേ ഞാൻ എപ്പോഴും പിള്ളേർക്ക് പറയും, ചിലവാക്കി തന്നെ പോകണം. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു എന്തുപറ്റി അല്ല നല്ല അച്ഛൻ എൻ്റെ വീട്ടിലൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അല്ല, അതുകൊണ്ടല്ല, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം യൂത്ത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഇപ്പോൾ ജെൻസീസ് എന്ന് പറയാം. ജെൻസി കഴിഞ്ഞപ്പോൾ ആൽഫയും ബീറ്റയും വന്നു കഴിഞ്ഞു, കാരണം ഓമിയൊക്കെ ബീറ്റയാണ്. എങ്കിലും കോവിഡിന് ശേഷം കാണുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ചിലവാക്കാനുള്ള ഒരു മനസ്സ് കൂടി. സമ്പാദിച്ച് വെച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് പിടികിട്ടി. കോവിഡ് വലുതായിട്ട് പഠിപ്പിച്ചു. 2, യൂത്ത് എന്ന് പറഞ്ഞവർ അവർക്ക് ചിലവാക്കുന്നതിനോട് താല്പര്യമുള്ളവരാണ്. കാരണം എനിക്ക് ഈ യുവാക്കൾ, എൻ്റെ മക്കളെല്ലാം കാണുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഒന്നുകൂടി ജനിച്ച് ഇതുപോലെ ജീവിക്കണമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവാക്കാൻ അവർ പണം ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കിയിട്ട് അത് ചിലവാക്കണം. അപ്പോഴാണ് രാജ്യത്ത് തന്നെ മാറ്റം വരുന്നത്. നമ്മളെല്ലാവരും സമ്പാദിച്ചു വെച്ചുകൊണ്ടിരുന്ന ഈ പൈസ ഒരിടത്ത് സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ചിലവാക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞതിനകത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം നമ്മൾ ചിലവാക്കി തന്നെ ജീവിക്കണം. ലോകം സഞ്ചരിക്കാറുണ്ട്, ഇവരെല്ലാവരും സഞ്ചരിക്കുന്നു, അവിടെ പോയി വീഡിയോ ഇടുന്നു. ആ വീഡിയോയിലൂടെ അവർക്കും അറിവ് കിട്ടുന്നു, മറ്റു പലർക്കും അറിവ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പല പ്രോഡക്ട്സിൻ്റെ ആഡ് വരുമ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നവരും യാത്ര ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പോയി ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ പ്രോഡക്റ്റിന് അവരും ഹാപ്പിയാവും. ഒരു ബെറ്റർ ലൊക്കേഷനിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്ക് എപ്പോഴും പറഞ്ഞു വെക്കും, കീപ് മൂവിങ്, കീപ് സ്പെൻഡിങ്, ലൈഫ് ഹാപ്പി ആവണം. പ്ലസ് ഒരു കാര്യം, ഉണ്ടാക്കുന്ന വരുമാനം മുഴുവൻ നമ്മുടേതല്ല. അതുകൊണ്ട് ഒരു 10%, അതുകൊണ്ടാണ് വി ഹാവ് എ ചാരിറ്റി ഓർഗനൈസേഷൻ കോൾഡ് അഹാദിഷിക ഫൗണ്ടേഷൻ. അതിലോട്ടും 10% തന്നേക്കണം. കാരണം അത് എന്നും മാറ്റി വെച്ചോണം. കാരണം പലർക്കും തോന്നി ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ല, അത് വന്നു കയറിയതാണ് പൈസ. അപ്പം അതിൻ്റെ ഒരു ഭാഗം സമൂഹത്തിലോട്ടും പോകണം. നമുക്ക് റോൾ റിവേഴ്സിങ് എന്ന് പറഞ്ഞതുപോലെ, അപ്പോൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് കൃഷ്ണകുമാറിൻ്റെ മക്കൾ എന്നാണ്. ഇപ്പോൾ പറയും ആ കൃഷ്ണകുമാർ അഹാനയുടെ അച്ഛൻ, അല്ലെങ്കിൽ ഇഷാനിയുടെ അച്ഛൻ, ദിയയുടെ അച്ഛൻ എന്ന് പറയും. അപ്പോൾ ആസ് എ പേരൻറ്റ് സാർ അത് എൻജോയ് ചെയ്യുന്നുണ്ടോ, ആ ഒരു റിവേഴ്സ് പരിപാടി? നമ്മുടെ മക്കൾ എന്ന് പറയുന്ന എല്ലാവർക്കും പ്രഷ്യസ് ആണല്ലോ. നമ്മളിലൂടെ അവരറിയപ്പെട്ടു, അവരിലൂടെ തിരിച്ചറിയപ്പെടാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. വീണ്ടും എനിക്കതിനകത്തൊരു സ്പെഷ്യൽ സംഭവിച്ചത് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഓമിയുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ് അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞു. അതൊരു ഭാഗ്യമാണല്ലോ. കാരണം വെച്ചാൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, മാറുന്ന മേൽവിലാസങ്ങൾ എന്ന് പറഞ്ഞു.
കാരണം അന്ന് ആദ്യം ജനിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന ആളുടെ മോനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ് ടി വിയിൽ വന്ന് കുറച്ച് പേരൊക്കെ വന്നപ്പോഴത്തേക്ക് അച്ഛനോട് പറയാൻ തുടങ്ങി, കൃഷ്ണകുമാറിൻ്റെ അച്ഛനാണല്ലേ, നമ്മൾ ഈ കോളനിയിൽ വെച്ച് കാണുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു അഡ്രസ്സ് മാറി, എനിക്കൊരു അഡ്രസ്സ് കിട്ടി. ഇത് കഴിഞ്ഞ് സിനിമയിലൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡായി കൃഷ്ണകുമാർ. അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ, കൃഷ്ണകുമാറിൻ്റെ മക്കൾ. ഇന്ന് ആ 5 സ്ത്രീകളും അവരുടേതായ അധ്വാനവും അവരുടെ ഭാഗ്യവും കൊണ്ട് അവർക്കൊരു മേൽവിലാസം കിട്ടിയപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ഹൻസിക ചേച്ചിയുടെ അച്ഛനല്ലേ എന്ന് ഒരു കൊച്ചുകുട്ടികളെന്ന് ചോദിക്കും, അങ്കിളല്ലേ ഹൻസിക ചേച്ചിയുടെ അച്ഛൻ. അത് കഴിഞ്ഞാണ് ഈ മകളുടെ ഇഷ്യൂ വന്ന് പുതിയൊരാൾ ജനിച്ച് ഓമിയുടെ വന്നപ്പോൾ ഇപ്പോൾ ഓമിയുടെ അപ്പൂപ്പൻ എന്ന് പറയുന്നതിനേക്കാൾ ഓമിയുടെ വിശേഷങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ വലിയ അഭിമാന നിമിഷങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് പലരോടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ മക്കളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ആൾക്കാർ കാണുന്നു, എൻജോയ് ചെയ്യുന്നു, നമ്മളോടൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഞാൻ ഈ ഭാഗ്യം അനുഗ്രഹം എന്ന് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിച്ചസ് ആൻഡ് കംപ്ലൈൻറ്റ് ഈസ് പോവർട്ടി എന്നൊരു വേർഡ് പല കുട്ടികൾക്കും അറിയാം. ഇതൊരു ബുക്കിൽ വന്നതാണ്. ഈ ഉപകാര സ്മരണ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് വന്ന ഉപകാരങ്ങളും ചെയ്തവരെയും നമ്മൾ സ്മരിക്കണം. അത് ധനത്തിന് തുല്യമാണ്. അതുപോലെ പരാതികളുണ്ടെങ്കിൽ, പോരായ്മകളും പരാതികൾ എല്ലാവർക്കും ഉണ്ട്, അതിനെപ്പറ്റി പറയാതിരിക്കുക. കാരണം കംപ്ലൈൻറ്റ് ഈസ് പോവർട്ടി, ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അതുകൊണ്ട് ഇത് വീണ്ടും ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉപകാര സ്മരണ ധനമാണ്. ധാരാളം ധനം വരട്ടെ. ഓക്കെ, അപ്പോൾ ഓമിയുടെ കാര്യം പറഞ്ഞല്ലോ. ഓമി വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താണ്? ദിയയ്ക്കും വീടിന് മൊത്തത്തിലും ഉണ്ടായ ഒരു മാറ്റം എന്താ? ദിയയ്ക്ക് ചേട്ടൻ കണ്ട ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മാറ്റം എന്താണ്? കാരണം ഒരുപാട് വിഷമിച്ചു. അവൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ പ്രത്യേകിച്ച് പ്രസവിക്കാൻ റെഡിയായിരിക്കുന്ന ഒരു 20 ദിവസമാണ് വയറ്റിൽ കിടന്ന് അവൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത്. കാരണം അന്നത്തെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ എപ്പോഴും പ്രഷർ എടുക്കരുതെന്ന് പറയും. കാരണം വന്നുപോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് അതിനൊരു പരിഹാരം. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാൽ അവളങ്ങ് വല്ലാതെ തകർന്നു. കാരണം കേസിലെ 2ാം പ്രതി, പിന്നെ FIR ഇട്ട വകുപ്പുകളെല്ലാം കടുത്തുപോയി. അതും അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കൊണ്ടു നടന്ന 3 പെൺകുട്ടികളാണ് ഇത് ചെയ്തത്. കുറ്റം അവർ ചെയ്തിട്ട് നമുക്കെതിരെ കേസ് വരുന്നു. അപ്പോൾ അത് കുറേ തവണ ആശുപത്രിയിലാവേണ്ടി വന്നു. അപ്പോൾ പുറത്ത് അമ്മ വിഷമിക്കുന്നുണ്ടെങ്കിലും അകത്ത് കിടക്കുന്ന കുഞ്ഞ് എന്തുമാത്രമാണ് അനുഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ അവൻ്റെ ഒരു വരവ്, മേ ബി ആ പ്രശ്നം കഴിഞ്ഞൊരു വരവ്, പുതിയ ലോകത്തോട്ട് വന്നത് ഓസിക്കും അശ്വിനും അവരുടെ കുടുംബത്തിനും പ്ലസ് ഞങ്ങളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും വല്ലാത്തൊരു ആനന്ദം തന്ന്, അളവില്ലാത്ത ആനന്ദം തന്ന ഒരു സംഭവമാണ്. അവൻ വന്നതിന് ശേഷം എല്ലാം നന്മകൾ, അതിന് മുമ്പ് മോശം നടന്നതല്ല, പൊതുവേ നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു നന്മയുടെ അളവ് കൂടിയിരിക്കുന്നു. അവൻ്റെ വരവൊരു വളരെ പോസിറ്റീവ് ഒരു വരവാണ്, അനുഗ്രഹമാണ് അവൻ. അപ്പം മക്കളുടെ ഓരോരുത്തരുടെയും ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചിലപ്പം ചേട്ടൻ എടുത്ത് പറയാറുണ്ട്. നമ്മൾ ചിലപ്പം യൂട്യൂബ് വ്ളോഗിലും ഒക്കെ കാണാറുണ്ട്. സോ ഈ കൂട്ടത്തിൽ ഈ യൂട്യൂബ് വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവരാ? അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് അതൊക്കെ ഇടുന്നതാരായിരിക്കും? സംശയമൊന്നുമില്ല, അഹാന തന്നെയാണ്. അതിനകത്ത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ആദ്യം സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്ക് അറിവില്ല, എന്തൊക്കെയോ ചെയ്തു തുടങ്ങുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ എൻ്റെ കൂടെ എന്തൊക്കെയോ ചെയ്തു തുടങ്ങി. ആ സമയത്ത് അഹാനയ്ക്ക് എഞ്ചിനീയറിങ്ങിനായിട്ട് എല്ലാം റെഡി ആയപ്പോഴാണ് അവൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എൻട്രൻസ് എഴുതി അത് കിട്ടിപ്പോകുന്നു. അവൾ അതും കഴിഞ്ഞ് PGയും എടുത്ത്, ഡിഗ്രി കഴിഞ്ഞ് PG എടുത്ത് മൈക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത് വരുമ്പോൾ ആണ് കോവിഡ് വരുന്നത്. അപ്പോൾ അവൾ ഇതിനകത്ത് എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും അതാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അവളങ്ങോട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ട്രാഫിക് ഓൾമോസ്റ്റ് 140% കൊണ്ട് കൂടി. അപ്പോൾ അവളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്, ഇൻക്ലൂഡിങ് സിന്ധുവിനെ എല്ലാം. ഇപ്പോൾ എനിക്കൊക്കെ എന്ത് സംശയമുണ്ടെങ്കിൽ അഹാനടുത്ത് ചോദിച്ചാൽ അവൾ അതിനകത്തൊരു എക്സ്പേർട്ടായി മാറി. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അഹാന അങ്ങനെ തട്ടിക്കൂട്ടി വീഡിയോ ചെയ്യില്ല. ചെയ്യുമ്പോൾ ടൈം എടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദയ്പൂർ എന്നൊരു സ്ഥലത്ത് പോകുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഉദയ്പൂർ ഇങ്ങനെ ഒരു പേര് കിട്ടിയത്, ആരായിരുന്നു ഇവിടുത്തെ 100 വർഷം മുമ്പുള്ള രാജാവ്, കംപ്ലീറ്റ്ലി ഒന്ന് പഠിക്കും. പഠിച്ചതിന് ശേഷം ഒരു സ്റ്റോറി ഉണ്ടാക്കും, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കി അതിനൊരു ക്ലൈമാക്സും എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമേ അവൾ പണി തുടങ്ങത്തുള്ളൂ. ഓക്കെ, ഞാൻ അത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നുണ്ട്. അതായത് അഹാനയുടെ വ്ളോഗ്സിൽ അഹാനയുടെ ചിലപ്പോൾ ഓൾറെഡി മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുമോ ഉള്ളിൽ, ഫസ്റ്റ് ഷോട്ട് ഇന്നത് എടുക്കണം, അങ്ങനെ ഉണ്ടാവുമോ? കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടേ ചെയ്യത്തുള്ളൂ. പോടല്ലേ? അത് സിന്ധുവിൽ നിന്ന് കിട്ടിയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിന്ധുവിൽ ഭയങ്കര ഒരു ഡയറക്ടർ കിടപ്പുണ്ട്. ഇവള് സ്കൂളിൽ പഠിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഊട്ടിയിലാണ് പഠിച്ചിരുന്നത്.
അപ്പോൾ സിന്ധുവും ഹസീനയും സുലുവും ഇവരാണ് 3 കൂട്ടുകാർ. അപ്പോൾ അവർ സ്ഥിരം അഭിനയിക്കലും, അന്ന് ക്യാമറയൊന്നുമില്ല, സ്കൂളിനകത്തെ ടൈം പാസിൽ സുലുവാണ് നായിക, ഹസീന പ്രൊഡ്യൂസർ, സിന്ധുവാണ് നായികയും ഡയറക്ഷൻ. അപ്പോൾ സിന്ധുവിന് എപ്പോഴും, ഇപ്പോൾ സിന്ധുവിൻ്റെ വ്ളോഗ് വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല, നല്ല രീതിയിൽ നറേറ്റ് ചെയ്യാൻ അറിയാം, ആ കഥ പറഞ്ഞു പോകാൻ ഒരു കഴിവുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അഹാനയിൽ കിട്ടി. അപ്പോൾ പലരും പറഞ്ഞു കൃഷ്ണകുമാർ സിനിമാ രംഗത്തുണ്ടായിരുന്നുണ്ട്. എൻ്റെ ഞാനങ്ങനെ വലിയൊരു കലാകാരനല്ല, ബൈ ആക്സിഡൻറ്റ് വന്ന് ഈ മേഖലയിലൊന്ന് ശോഭിച്ചതാണ്. ആക്ച്വലി സിന്ധു ആയിരുന്നു എൻ്റെ മുമ്പ് വല്ല സിനിമയിൽ വല്ല വന്നിരുന്നു, അവിടെ രക്ഷപ്പെട്ടു പോയതിന്. ഓക്കെ, ഇപ്പം ഇഷാനിയുടെ പുതിയ സിനിമ വരികയാണല്ലോ കാളിദാസ് ജയറാമിൻ്റെ കൂടെ. അപ്പോൾ നേരത്തെ ജയറാമേട്ടനും ചേട്ടനും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ മക്കൾ ഒന്നിച്ചു വരുവാണ്, അടുത്ത ജനറേഷൻ വരികയാണ്. അപ്പോൾ ഈ ഒരു അതായത് ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിച്ചു, കാളിദാസാണ് ഓപ്പോസിറ്റ് വരുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ചേട്ടൻ്റെ ഒരു റിയാക്ഷൻ? ഞാൻ വലിയ എക്സൈറ്റഡ് ആവുന്ന ഒരാളല്ല, എങ്കിലും സ്വാഭാവികമായിട്ടും ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ 1 സിനിമയിൽ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയും ഇഷാനി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനേക്കാൾ എനിക്ക് ത്രില്ലിങ് അതിനകത്ത് തോന്നാൻ കാര്യം, എൻ്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയ ആൾ, അച്ഛൻ അല്പം സിനിമ കമ്പം ഉണ്ടായിരുന്ന ആൾ, കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പണ്ട് ഒരവസരം കിട്ടി മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ. അത് GS വിജയൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പടമാണ്, ചരിത്രം എന്നാണ് സിനിമയുടെ പേര്. 2 സീനുണ്ട്, ഡയലോഗൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞ് എനിക്ക് മമ്മൂട്ടിയോട് അഭിനയിക്കാൻ അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഇഷാനിക്കും കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞങ്ങളുടെ ഭാഗ്യത്തിനേക്കാൾ ആ മനുഷ്യൻ്റെ ഒരു യോഗം വേറൊന്നുമില്ല, ഞങ്ങളോട് അഭിനയിക്കുന്നില്ല. അന്നും അതായത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും, എൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞപ്പോഴും, എൻ്റെ മകൾ അഭിനയിച്ചപ്പോഴും ഇദ്ദേഹം അതേപോലെ ചെറുപ്പമായിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ, ചിലപ്പോൾ സമയം കൊള്ളാമെങ്കിൽ നാളെ ഓമിക്കൊരു അവസരം കിട്ടുമെന്ന് തന്നെ. അസാമാന്യ അനുഗ്രഹീതനായൊരു മനുഷ്യനാണ് മമ്മൂട്ടി. ഇത്രയും കാലം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക, സൗന്ദര്യം, ശരീര സൗന്ദര്യവും ശബ്ദ സൗന്ദര്യവും എല്ലാം നിലനിർത്താൻ കഴിയുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യം, സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഞാനൊക്കെ അങ്ങനെ വലിയ ഹീറോ വേഷം ചെയ്ത ഒരാളല്ലോ സിനിമയിൽ. അപ്പോൾ നമ്മൾ അഭിനയിക്കുമ്പോൾ ഹീറോ വേഷം ചെയ്ത് ജയറാം, അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൂടെയൊക്കെ എൻ്റെ മകൾക്കും അവസരം കിട്ടുമ്പോൾ എക്സൈറ്റഡ് അല്ല, പക്ഷേ ഡെഫിനറ്റ്ലി അതൊരു നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ രാഷ്ട്രീയ താല്പര്യമുണ്ടോ? ബേസിക്കലി രാഷ്ട്രീയം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതായത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു പ്രവൃത്തി മാത്രം. അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഓരോരുത്തർക്ക് ചേരാം, അത് അവരവരുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ശ്രീനിധി ആയിക്കോട്ടെ, ഇവിടെ നിൽക്കുന്ന ക്യാമറയുടെ ബിഹൈൻഡ് നിൽക്കുന്ന 2 പേരായിക്കോട്ടെ, എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ താല്പര്യം ഉണ്ടാവണം. പിന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ വേണം. അതിപ്പോൾ ഒരാൾക്ക് കോൺഗ്രസിനോടായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് BJP ആയിരിക്കും, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, ഒരു മറ്റൊരു പാർട്ടി. ഏത് പാർട്ടിയിലാണെങ്കിൽ പോലും അത് രാജ്യത്തിൻ്റെ നന്മയ്ക്കാണെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി BJP ആയതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അതിനോട് തന്നെ ഇഷ്ടം വരണമെന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടില്ല, അവരാരും പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ അവിടെ പാർട്ടി എന്നതിനേക്കാൾ അവരച്ഛനെ ജയിപ്പിക്കണം, അച്ഛൻ ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, അവർ വരും. സ്വാഭാവികമായിട്ടും അതിനെ പലരും രാഷ്ട്രീയ ഒരു പാർട്ടിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. അവർക്കങ്ങനെ ഇന്ന പാർട്ടിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് വെച്ച് BJPയുടെ ഇഷ്ടക്കുറവുമില്ല. ഓക്കെ, ഈ പൊളിറ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആ ഒരു യങ് ജനറേഷന് ശരിക്കും വേണ്ടുന്ന ഒരു കാര്യമല്ലേ? എന്നാൽ മാത്രമല്ലേ നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ കറപ്ഷൻ വരാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവാൻ പൊളിറ്റിക്കൽ ലിറ്ററസി ആവശ്യമല്ലേ ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയ്ക്ക്? നിർബന്ധമായും അതിനുവേണ്ടി ചെറുപ്പക്കാർ കുറച്ച് സമയം ചിലവാക്കണം തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർ പലപ്പോഴും അവരുമായിട്ട് കൂടുമ്പോൾ ചോദിക്കുന്നത്, അങ്കിൾ ഞങ്ങളൊക്കെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, എന്ത് പ്രയോജനം ഞങ്ങൾക്ക് കിട്ടുന്നത്? അപ്പോൾ ആ ചോദ്യത്തിൽ അർത്ഥങ്ങളുണ്ട്, അതിനകത്ത് കുറേ ശരികളുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും യുവാക്കൾ എന്ന് പറയുന്നവർ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണം. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് 57 വയസ്സുകാരനായ എന്നിലല്ല, ചെറുപ്പക്കാരിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടണം. നേരിട്ട് വന്ന് പാർട്ടി പ്രവർത്തിക്കണം എന്നല്ല, അറിഞ്ഞിരിക്കണം നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, മറ്റ് ലോകരാജ്യങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്നു, നമുക്കിതിനകത്ത് എവിടെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് ഞാൻ വാശി പിടിക്കുകയല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ, അങ്ങനെയാണ്. അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് പല പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കണം, അറിഞ്ഞു ചെയ്തു നടന്നില്ല. അതുകൊണ്ട് യുവാക്കൾക്ക് വലിയൊരു റോളുണ്ട്.
കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ ആരാണ്? നിങ്ങളാണ്, നിങ്ങളുടെ ഗ്രൂപ്പാണ്. ഇപ്പോൾ എൻ്റെ മക്കളെത്തൊക്കെ ഞാൻ എല്ലാം നിർബന്ധമായി അവിടെ നിന്ന് ചില കാര്യങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കണം. അവരറിഞ്ഞിരിക്കണം, ജിയോ പൊളിറ്റിക്സ് അറിഞ്ഞിരിക്കണം, നമ്മുടെ ലോക്കലി സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും ചെറുപ്പക്കാർ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യണം. അത് തർക്കത്തിലോട്ട് പോകരുത്, വയലൻസിലോട്ട് പോകരുത്. കാരണം വയലൻസ് ഒന്നിനൊരു മറുപടിയല്ല. ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസിൽ പങ്കെടുക്കണം ചെറുപ്പക്കാർ. നമ്മളിങ്ങനെ കേട്ടു വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന്, ആണോ? സ്വാഭാവികമായിട്ടും ഞാനിവിടെ 25 കൊല്ലമായിട്ട് ജീവിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസും വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്ത്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കാലം ഇവിടെ ജീവിക്കുമ്പോൾ ബന്ധങ്ങൾ നമുക്ക് ധാരാളം ഉണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് അവിടെ ഉണ്ട്. ആ വോട്ടിന് പുറമെ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി എത്ര വോട്ട് കൊണ്ടുവരാൻ പറ്റും, അതെപ്പോഴും വിജയിക്കുന്നതിൻ്റെ ഒരു ഘടകമായി മാറുന്നത് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ പല മണ്ഡലങ്ങൾ നോക്കുക, നാച്ചുറൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ നിയമം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയും. ഇപ്പോൾ വഴക്കൂട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് BJP-യിൽ നിന്ന് വി മുരളീധരൻ, മുരളിച്ചേട്ടൻ്റെ പേര് വരും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെല്ലാം അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ പ്രവർത്തന മണ്ഡലം വട്ടിയൂർക്കാവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പേര് ഉയർന്നു വരും. നമ്മൾ നമ്മുടെ ഇഷ്ടം, എനിക്കിവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള എൻ്റെ താല്പര്യം പാർട്ടിയെ അറിയിക്കും. ഇതൊക്കെ പറഞ്ഞാലും പാർട്ടിക്കൊരു ഘടനയുണ്ട്, രീതിയുണ്ട്. പാർട്ടി തീരുമാനിക്കും ആര് എവിടെ മത്സരിക്കണം. അത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ആഗ്രഹവും. മത്സരിക്കുന്നുണ്ടോ വട്ടിയൂർക്കാവിൽ? അതെ, പാർട്ടി വട്ടിയൂർക്കാവ് മത്സരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി ഞാനായിരിക്കുമല്ലോ. കാരണം നമ്മൾ ഏറ്റവും വർക്ക് ചെയ്ത് പരിചയമുള്ള നമുക്ക്, ഇപ്പം ഞാൻ ഇതിന് മുമ്പ് പാർട്ടി എൻ്റെ തോന്നുന്നു സെൻട്രലിൽ മത്സരിക്കാൻ പറഞ്ഞു. എനിക്ക് വലിയ ഗ്രിപ്പുള്ള സ്ഥലമല്ല, പക്ഷേ പാർട്ടി പറഞ്ഞു, ഞാൻ അവിടെ മത്സരിച്ചു, തോറ്റു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത കൊല്ലത്ത് പോയി മത്സരിക്കാൻ പറഞ്ഞു, അപ്പോഴും മത്സരിച്ചു. പക്ഷെ തോറ്റെങ്കിലും നമുക്ക് വോട്ട് കൂട്ടാൻ പറ്റി 2 മണ്ഡലങ്ങളിലും 2 ഇലക്ഷനിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ നമുക്ക് പാർട്ടി എടുത്ത് പറയാം, പാർട്ടി പറഞ്ഞ 2 സ്ഥലത്ത് ഞാൻ മത്സരിച്ചു, ഇനി എൻ്റെ ഒരു ആഗ്രഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കാനാണ്. തന്നാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കും. ഓക്കെ, ഇപ്പം രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും ഇടതുപക്ഷത്താണെങ്കിലും BJP-യിലാണെങ്കിലും സെലിബ്രിറ്റീസ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിനോടുള്ള ചേട്ടൻ്റെ ഒരു ടേക്ക് എന്താ? അത് പണ്ട് കാലം തൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് നമുക്കറിയാം രാജേഷ് ഖന്ന, രാജ് ബബ്ബർ, ഇങ്ങനെ പലരും പാർട്ടിയിൽ വന്നു. സൗത്ത് ഇന്ത്യയിലായിരുന്നു അത് കൂടുതലായി നമ്മൾ കണ്ടിരുന്നത്. പണ്ട് നോർത്തിൽ അമിതാഭ് ബച്ചൻ വന്നു, അതിനുശേഷം ഹേമമാലിനി വന്നു, പലരും വന്നെങ്കിലും സൗത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ NTR ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്നു, സിനിമയിൽ നിന്ന് വന്നതാണ്. NT രാമറാവു, അത് കഴിഞ്ഞ് MGR, അത് കഴിഞ്ഞ് ജയലളിത. ഇത് സൗത്തിൻ്റെ ട്രെൻഡായിരുന്നു. പിന്നീട് വളരെ കാലം കഴിഞ്ഞാണ് കേരള രാഷ്ട്രീയത്തിൽ അത് പരീക്ഷിച്ച് നോക്കിയത്. അതിലേറ്റവും സക്സസ്ഫുള്ളായിട്ട് വന്നത് KB ഗണേഷ് കുമാറായിരുന്നു. കാരണം അതിൽ പല കാരണങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സമുന്നതനായ രാഷ്ട്രീയ നേതാവായിരുന്നു, അവർക്ക് സ്വന്തമായ പാർട്ടിയുണ്ട്, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നീട് അത് സക്സസ്ഫുള്ളായി കണ്ടത് ശ്രീ സുരേഷ് ഗോപിയിലായിരുന്നു. കാരണം BJP-ക്ക് ഒരു ചരിത്ര വിജയം സമ്മാനിച്ച ആദ്യത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ശ്രീ സുരേഷ് ഗോപിയാണ്. അപ്പോൾ ആ ഇടക്കാലത്താണ് ഞാനും പാർട്ടിയിലോട്ട് വരുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വോട്ട് നേടാമെന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ്. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ഇവിടെ വന്ന് ജോലി കൂടെ എടുക്കണം. നമ്മൾ താഴെ തട്ടിൽ, അതായത് നമ്മൾ ഗ്രാസ് റൂട്ട് എന്ന് പറയും, അതായത് ബൂത്ത് ലെവൽ, ഏരിയ, മണ്ഡലം, ഇവിടെ ശരിയായ രീതിയിൽ വർക്ക് കൂടി ചെയ്താൽ ചിലപ്പോൾ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് നിങ്ങളെ സഹായിക്കും. അല്ലാതെ ഒരു ദിവസം രാവിലെ വന്ന് ഞാൻ സ്ക്രീനിലെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരണം എന്നാണെന്ന്. അപ്പോൾ നടക്കുമോ? ഒളിമ്പിക്സ് കൊണ്ടുവരുമോ? ഞാൻ വായിച്ചറിഞ്ഞോളം ഒളിമ്പിക്സ് കൊണ്ടുവരുന്നില്ല. ഒളിമ്പിക്സ് 2036 വരുമ്പോൾ അതിൻ്റെ ഒരു വേദി തിരുവനന്തപുരത്തും കൂടി കൊണ്ടുവരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ഒളിമ്പിക്സ് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വേദി കൊണ്ടുവരാൻ കഴിയുക തന്നെ ചെയ്യും. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.